സീത ഞാനും അല്ല, അത് അതിൻ്റെ അത്തരമൊരു ആവശ്യമുണ്ട് എന്നുള്ളത് ഈ അന്വേഷണത്തിൻ്റെ മൂലം ബോധ്യപ്പെടുത്താൻ സ്വാഭാവികമായിട്ടും ചെയ്യുമല്ലോ. ഈ അന്വേഷണം വരെ കാത്തിക്കുന്നതിന് എന്താ പ്രശ്നം? അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ഒരു ഗവൺമെന്റ് തലത്തിൽ ഇത്തരം വിഷയങ്ങൾ എടുക്കുന്ന സമയത്ത് ഗവൺമെന്റിന്റെ ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ടാവും. അപ്പൊ അത്തരമൊരു നിലപാട് ഭാഗമാണ്. കൂടുതൽ എന്തെങ്കിലും വിശദീകരണം വേണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചാൽ മതി. നമുക്കത് അവസാനിപ്പിക്കാം. ആര്? ഞാനല്ലേ? ഞാൻ മുന്നേ ADGP മാറ്റി നിർത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതെ അതെ അതെ, അത് സ്വാഭാവികമായിട്ടും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതിൽ തെറ്റില്ലല്ലോ. അല്ല, മുന്നണിയുടെ ഒരു പൊതു നിലപാടാണ് ഞാൻ പറഞ്ഞത്, വേറെ ഒന്നും. ആരെങ്കിലും ഒരാൾ അതല്ലേ കണ്ടതല്ല പ്രശ്നം, എന്തിനു കണ്ടു എന്നുള്ളതാണ് പ്രശ്നം. സാധാരണ നിലയിൽ കണ്ട എന്നെ ആരെങ്കിലും കാണാൻ വരുന്നുണ്ട്, ഞാൻ കാണുന്നില്ലേ? ഇനി നിങ്ങളെ ആരെങ്കിലും ഒരാൾ കാണാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഏതെങ്കിലും ഒരാൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരോടെ പറഞ്ഞു വരും. കാണാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക് ആർക്കെങ്കിലും ഒരു വ്യക്തിയെ? ഇതിൽ എനിക്ക് കൂടുതൽ വിശദീകരണമൊന്നുമില്ല. നിങ്ങൾ സോറി, നിങ്ങൾ ഒരാൾ പറ. പക്ഷേ ADGPയുടെ ചുമതലയുള്ള അങ്ങോട്ട് പോയി കാണുന്നതാണ് RSS മേധാവി. ഈ ജാവദേക്കർ പോയി കണ്ടിട്ടാണ് EP ജയരാജനെ മാറ്റിയത്. നിങ്ങളോട് ആരാ പറഞ്ഞത്? ഇല്ല ഇല്ല ഇല്ല, ഞാനല്ലേ, ഞാൻ പാർട്ടിന്റെ ഭാഗമല്ലേ. നിങ്ങൾ ദയവ് ചെയ്തിട്ടുള്ളത് സത്യമായിട്ട് കാണും. അതാണ് നിങ്ങൾക്ക് അങ്ങനെ തലത്തിൽ കാണാൻ കഴിയില്ല, അത് വേറെ പ്രശ്നം. അതങ്ങനെ ആയിക്കോട്ടെ. ഞാൻ പറയുന്നത് EP ജയരാജൻ ഈ ജാവദേക്കറെ കണ്ട വിഷയത്തിലല്ല EP ജയരാജനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയത് തികച്ചും സംഘടനാപരമായ ഒരു തീരുമാനമാണ്. നാളെ എന്നെ മാറ്റിയെന്ന് വരും. ഞങ്ങളെല്ലാം CPMന്റെ പ്രവർത്തകന്മാരെന്നുള്ള നിലയിൽ ഞങ്ങൾ ഓരോരുത്തരും എന്ത് ജോലി ചെയ്യണം എന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കുക. അങ്ങനെ പാർട്ടിയുടെ സംഘടനാപരമായ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മാറ്റം. അതിന് ആ പ്രശ്നത്തെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത്. അല്ലല്ല, അത് യോജിപ്പുണ്ടോ ഇല്ലെന്നല്ല, അതിൽ അങ്ങനെ എല്ലാ അഭിപ്രായങ്ങളും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഷംസീർ കണ്ടത്, ഷംസീർ സ്പീക്കറാണ്. സ്പീക്കർ എന്നതൊരു സ്വതന്ത്ര പദവിയാണ്, അതിൽ സംശയമുണ്ടോ? ഭരണഘടനാ പദവിയാണത്. അദ്ദേഹം എന്ത് പറയണം എന്ത് പറയണ്ട എന്നുള്ള അദ്ദേഹം തന്നെയാണ് ആലോചിച്ച് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ കുറിച്ച് ഞാനിപ്പോൾ പ്രതികരിക്കുന്നില്ല. അദ്ദേഹം അഭിപ്രായം പറഞ്ഞ അഭിപ്രായത്തെ കുറിച്ച് ഞാൻ പ്രതികരിക്കുന്നില്ല. അദ്ദേഹത്തിന് അത്തരം ചില അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യ അവകാശമുണ്ട്. അതുകൊണ്ട് ഞാനത് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാനിപ്പോൾ എല്ലാ അഭിപ്രായങ്ങളോടും ഞാനിപ്പോൾ പ്രതികരിക്കണമെന്നുണ്ടോ?